Hello children, good afternoon. Good afternoon. Good afternoon. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ വന്നില്ലേ? ഓ കഴിച്ചു. ഓക്കേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നല്ല ഉഷാറാണ്. എന്താണ് സുഖങ്ങളെ ക്ലാസ്സിൽ ഇങ്ങോട്ട് കയറുമ്പോ ഒരു എനർജിയാണ്. ഉണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ? ചോദിച്ചു നോക്കട്ടെ. ഓക്കെ. അനുശ്രീ കഴിഞ്ഞ ക്ലാസ്സിലിരുന്നോ? അപ്പൊ നമ്മളെ ടില്ലിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? ടില്ലിനെ കുറിച്ച് എന്താ മോൾക്ക് അറിയാം? എന്തെങ്കിലും ഒരു കാര്യം. ലുക്ക് ലൈക്ക് സ്കെൽട്ടൺ. ലുക്സ് ലൈക്ക് സ്കെൽട്ടൺ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, മോളെ മൈക്ക് ഓഫ് ചെയ്തോ. വേറൊരാളോട് ചോദിച്ചു നോക്കട്ടെ. അഷ്ഫ സർ, മോള് കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ? ടില്ലിനെ കുറിച്ച് പിന്നെ ടില്ലിന്റെ ഒരു അപ്പിയറൻസ് പറഞ്ഞു, ലുക്സ് ലൈക്ക് സ്കെൽട്ടൺ ആണെന്ന് പറഞ്ഞു. പിന്നെ ടില്ലിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക? വേറെ വെരി ഗുഡ്, ഹി വാസ് എ പെയിന്റർ. പിന്നെ ഓക്കെ, മോള് മൈക്ക് ഓഫ് ചെയ്തോ. മിത അഷ്റഫ്. മിത അഷ്റഫ് കെ. മിതല്ലേ അവിടെ? മുഹമ്മദ് ഷഹൽ ഒന്ന് ഓൺ ചെയ്തേ. മോന് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? സ്കെൽട്ടൺ ആണെന്ന് പറഞ്ഞു, അതുപോലെ പെയിന്റർ ആണെന്ന് പറഞ്ഞു. പിന്നെന്തെങ്കിലും അറിയോ? പിന്നെ അയാൾക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടേനി. പൂച്ചനെയോ? അല്ല. നിങ്ങൾ സ്കൂളിൽ രണ്ടാമത്തെ പാഠം എടുത്തോ? രണ്ടാമത്തെ പാഠം എടുത്തോ? പൂച്ചനെ ഏതാ മറ്റേ പൂച്ചന്റെ അതാണ് എടുത്തത്? പൂച്ചനെ ഇഷ്ടമാണെന്ന് എങ്ങനെ ഷാലിന് കിട്ടിയത്? രണ്ടാമത്തെ പാഠം എടുത്തിണ്ടാവും അല്ലേ? ഏത് പാഠപ്പെടുത്ത് പോയാണോ? അയാള് 3 തൂവല് തലയിച്ചു. ഓക്കെ, 3 തൂവല് തലയിൽ വെച്ചിരുന്നു. തൊപ്പിമല്ലേ അല്ലേ? ഓക്കെ, മോൻ ഇവിടുന്ന് പൂച്ചനെ ഇഷ്ടമാണ് കിട്ടിയത്. അടുത്ത പാടത്ത് അറിയാതെ പറഞ്ഞതാ. രണ്ടും കൂടി മാറി. പിന്നെ പാഠം കഴിഞ്ഞ് പിന്നെ മറ്റേ പോയം കഴിഞ്ഞോ? പോയെടുത്തോ? കവിത എടുത്തോ? കവിതയും കഴിഞ്ഞാണ്ട് ഇപ്പൊ മറ്റേ ദ ബോയ്ഹുഡ് ഡ്രീ കാറ്റ്സ് എടുക്കുന്നത്. ബോയ്ഹുഡ് ഡ്രീ കാറ്റ്സ് കഴിഞ്ഞിട്ടാ കവിത മിസ്. അത് കഴിഞ്ഞിട്ടാണല്ലേ? കവിത എടുത്തോ? കവിത എടുത്തു. ശരി, കവിത എടുത്തു. ഓക്കെ. അപ്പം ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം. പിന്നെ നമ്മളെ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സിനെ കുറിച്ച് പറഞ്ഞു. ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് എന്തായിരുന്നു? നമ്മുടെ ലംഹ മോളൊന്ന് മൈക്ക് ഓൺ ചെയ്യ്. ലംഹ മോളെ, ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡിനെ കുറിച്ച് എന്തൊക്കെയാ അറിയാം? മോളെ ടോൾ ആണ് കേട്ടോ. ടോള് ടെൽ എന്ന് പറഞ്ഞാല് മീനിങ് മാറി. ടോൾ well built, red haired man, 25 old. Red haired man of about 25 years old. Then
ഡ്രസ് എങ്ങനെയായിരുന്നു? ഡ്രസ്സിനെ കുറിച്ച് പറയുന്നില്ലേ? Old and red uniform. ഓക്കെ. പിന്നെ ഓക്കെ, മോള് മൈക്ക് ഓഫ് ചെയ്തോ. ഹംദാൻ, ഹംദാനെ ഹംദാൻ ഓൺ ചെയ്യുന്നില്ല. മുഹമ്മദ് തൻസീഹ്, മൈക്ക് ഓൺ ചെയ്യാൻ മടിയില്ല ആൾക്കാരുണ്ടല്ലേ ഇതില്? ക്വസ്റ്റ്യൻ ചോദിക്കും വിചാരിച്ചിട്ടാ? തൻഹ സിറ്റി. ഹലോ. പിന്നെ മോളെ, ഈ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡനില്ലേ നമ്മളെ ടില്ലിനോട് എപ്പോഴാ ഇഷ്ടം തോന്നിയത്? കേട്ടപ്പോഴേ അയാളോട് ഒരു മതിപ്പ് തോന്നിയില്ലേ? അതെപ്പോഴാ? എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ്. എന്ത് കാര്യം പറഞ്ഞപ്പോഴാ? അതായത് ആദ്യം പിന്നെ പറഞ്ഞു ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആൾക്കാർക്കൊന്നും കൊട്ടാരത്തിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മളെ ടില്ലൊരു കാര്യം പറഞ്ഞത്. ആ വെരി ഗുഡ്. പെയിന്റർ ആണ്. എവിടുത്തെ പെയിന്ററാ? എവിടുന്നാ വരുന്നത്? ഫ്ലെമിഷ് പെയിന്റർ ആണ് അല്ലേ? ഫ്ലാൻഡേഴ്സ് വരെയാന്ന് പറഞ്ഞപ്പോഴല്ലേ? അപ്പം വലിയ മതിപ്പ് തോന്നി ആളോട്. ആ ഓക്കെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എടുത്തു. പിന്നെ ഞാനൊരു 3 വെർബിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ലൈ, ലേ, 2 ലൈ. ഒന്ന് കിടക്കുക, ഒന്ന് നുണ പറയുക, പിന്നെ വേറൊരു ലേ. ഇത് 3 അറിയുന്ന ആൾക്കാർ, കാണാതെ നോട്ടിലൊന്നും അറിയാതെ പഠിച്ച ആൾക്കാർ സത്യം പറഞ്ഞാൽ മതി. ഈ 3 വെർബും പഠിച്ച ആൾക്കാർ, കാണാതെ നമ്മളിപ്പോ അന്ന് എഴുതി വെച്ച നോട്ടിലൊന്നും നോക്കാതെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഇതില്? ഒന്ന് കൈപ്പൊക്കിയേ. ആർക്കെങ്കിലും? അന്ന് ടീച്ചർ 3 കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു മിൻഹ? അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കഴിഞ്ഞ ക്ലാസ്സില് ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. USS കിട്ടിയ കുട്ടികളെ ചോദിച്ചിരുന്നു. അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് USS കിട്ടിയ ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്ക്. മിൻഹ, കേസി, വെരി ഗുഡ്. വേറെ ആൾക്കാരില്ലേ? മിൻഹ മാത്രമേ ഉള്ളൂ? നിദാക്കും. ഓക്കെ, രണ്ടാളേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികള് അല്ലെ? കിട്ടാത്ത ആൾക്കാർ സങ്കടപ്പെടണ്ട. നമുക്കിനി 8ാം ക്ലാസ്സിൽ NMMS ഉണ്ട്. ആ പരീക്ഷക്ക് നമുക്ക് വാങ്ങിക്കാം അല്ലേ? ഓക്കെ. അപ്പോ മക്കളെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല ആൾക്കാര് ടീച്ചർ ഒരു 3 വെർബ്, വളരെ ഇമ്പോർട്ടന്റ് ആയത് എന്നാൽ കൺഫ്യൂഷൻ ആവണ ഒരു വെർബ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. വീട്ടില് താത്തമാർക്കൊന്നും ചിലപ്പോ അറിയണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ആദിത്യ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. ആദിത്യ മോൾ അത് എഴുതിയെടുത്തിട്ടുണ്ടോ? അതോ അതുണ്ടോ? എഴുതിയത് കയ്യിലുണ്ടോ? മുഫ്ലിഹ കൈപൊക്കുണ്ട്. മുഫ്ലിഹക്ക് അറിയുമെന്ന് തോന്നുന്നു അല്ലെ? വെരി ഗുഡ്. മുഫ്ലിഹ USS കിട്ടി. മുഫ്ലിഹ ഒന്ന് മൈക്കോൺ ചെയ്യുമോളെ. ഹലോ. മുഫ്ലിഹ മോള് കൈ പൊക്കിയത് ഈ USS കിട്ടിണ്ടോ? അതല്ല, മറ്റേ 3 വെർബ് അറിയണത്. വെരി ഗുഡ്. വെർബ് അറിയാ അല്ലെ? കാണാതെ അറിയാൻ പറ്റുമോ മോൾക്ക്? നോക്കാം. ആയിക്കോട്ടെ. നുണ പറയാന്നുള്ളതിന്റെ എന്താ 3 രൂപം? നുണ പറയേ. ലൈനില്ലേ? നുണ പറയാന്നില്ല ലൈന്റെ 3 രൂപങ്ങള്. ലൈഡ്. ആ ലൈഡിന്റെ സ്പെല്ലിംഗ് എന്താ? LIED. വെരി ഗുഡ്. മൂന്നാമത്തതോ? അതന്നെ.
അതന്നെ, വെരി ഗുഡ്. അപ്പം മുഫ്ലിഹ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മോൾക്ക് അറിയാന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പം എന്തായാലും മുഫ്ലിഹ എന്തായാലും ഒന്നെങ്കിലും പറഞ്ഞല്ലോ, കൈ പൊക്കി, ഉഷാറാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരും അത് പഠിക്കണം ട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്. ഇമ്പോർട്ടന്റും ആണ് വേർബ് ഒക്കെ. നമുക്ക് വലിയ ക്ലാസ്സുകൾക്കൊക്കെ നിർബന്ധമായിട്ടും വേണ്ടത് തന്നെയാണ്. വലിയ ക്ലാസ്സിൽ മാത്രമല്ല, ഇപ്പൊ തന്നെ നമ്മളെ ബുക്കിലൊക്കെ വന്നില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കല്ലേ ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എവിടെ വരെ എടുത്തത്? നാലാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് അല്ലേ? ഇല്ല, 4 ഒന്നും എടുത്തിട്ടില്ലല്ലോ. മൂന്നാമത്തെ ഫുൾ ആയിട്ടില്ല സാറേ. 3 ഫുൾ ആയില്ലേ? ഉണ്ട്, 3 ഫുൾ ആയിണ്ട്. വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ് അല്ലേ? ഐ ക്യാൻ സി. 3-ൽ ഇനി ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, അതുവരെയാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മളെ ടില്ല എന്താ പറഞ്ഞിരുന്നത്? Perhaps your highness might wish to offer me the chair of your court painter who died recently. അല്ലെ? റീസെന്റ് എന്ന് പറഞ്ഞാൽ അടുത്തിടെ എന്ന് പറഞ്ഞു. അടുത്തിടെ ആയിട്ട് മരിച്ചു പോയിട്ടുള്ള കോട്ട് പെയിന്ററുടെ ചെയർ ഇവിടെ ഒഴിഞ്ഞു കിടക്കാണ്. I can see the empty velvet chair waiting to be filled. അല്ലെ? ആ empty എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേക്കന്റ് ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള അല്ലെ? ഈ ചെയർ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അല്ലെ? ഒഴിഞ്ഞു കിടക്കാണ്, ഫില്ലാവാൻ വേണ്ടിയിട്ട്. അതായത് ടില്ലിന് എന്ത് വേണം? ആ കോട്ട് പെയിന്ററുടെ ചെയർ കിട്ടിയാൽ കുഴപ്പമില്ലാന്ന് ഉണ്ട്. അതുവരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? അങ്ങനെ ഇനി നെക്സ്റ്റ് നോക്കൂ. The Virgin's picture was a splendid painting, and the Archduke made up his mind at once. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. He directed him to the chair and made him sit on it. Well, my dear fellow, he said, you do have a tongue in your head, and you certainly seem to know how to use it. You are a very talkative fellow, aren't you? അതുവരെയാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിച്ചത്. വായിച്ചു. നിദ, നോക്ക് മക്കളെ. The Virgin's picture was a splendid painting. ഓർമ്മല്ലേ വേർജിന്? അല്ലെ? നമ്മളെ ടില്ല് എന്ത് ചെയ്തിട്ടുണ്ട്? ടില്ല് രാജാവിന് കൊടുക്കാൻ വേണ്ടി ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നോ? ഒരു കന്യാമറിയത്തിന്റെ പിക്ചർ അല്ലെ? നല്ല ആ പിക്ചർ എന്തായിരുന്നു? ഇറ്റ് വാസ് എ സ്പ്ലെൻഡിഡ് പെയിന്റിങ്. സ്പ്ലെൻഡിഡ് എന്ന് പറഞ്ഞാല് എക്സലന്റ് എന്നാണ്. എക്സലന്റ് എന്താ? എക്സലന്റ് പിക്ചർ ആയിരുന്നു അല്ലെ? നല്ലൊരു ഉജ്ജ്വലമായിട്ടുള്ള അല്ലെ? നല്ല രസമല്ല, നല്ല ഉജ്ജ്വലമായ ഒരു എക്സലന്റ് പെയിന്റിംഗ് ആയിരുന്നു ഈ വേർജിൻസിന്റെ, കന്യാമറിയത്തിന്റെ പിക്ചർ. ആര് വരച്ചതാ? നമ്മുടെ ടില്ല് അല്ലെ? ആൻഡ് ദി ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. നോക്കിയേ നിങ്ങള്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാല്
മീനിങ് അറിയോ? മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡിസൈഡഡ് എന്നാണ് അർത്ഥം ട്ടോ. എന്താ ഡിസൈഡഡ് എന്ന് പറഞ്ഞാല്? തീരുമാനിച്ചു. ഓക്കെ, തീരുമാനിച്ചു. അപ്പോ ദ വെർജിൻസ് പിക്ചർ വാസ് സ്പ്ലെൻഡിഡ് പെയിന്റിംഗ് ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. അല്ലെ, പെട്ടെന്ന് തന്നെ എന്താണ്, അത് നല്ലൊരു പിക്ചർ ആണ്. അതായത് നമ്മുടെ ആർച്ച് ഡ്യൂക്കിന് അത് നല്ല ഇഷ്ടായി. ഓക്കെ, ഇനി he embraced and kissed him on both cheek. embrace ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? embrace ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക. രാജാവ് എന്ത് ചെയ്തു? embraced അല്ലെ, രാജാവ് ടില്ലിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്തു? kissed him, അദ്ദേഹത്തെ കിസ് ചെയ്തു അല്ലെ, ഉമ്മ വെച്ചു. എവിടെ? on both cheek. cheek എന്ന് പറഞ്ഞാല് cheek എന്താ? കവിള്. കവിള്. അപ്പൊ ഈ എംബ്രേസ്ഡ്, നമ്മളെ രാജാവ് ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്ക് എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്ക്. ബോത്ത് എന്ന് പറഞ്ഞാല് രണ്ട് അല്ലെ, രണ്ട് കവിളിലും എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്ക് കിസ് ചെയ്തു. ഓക്കെ, he said, I shall be delighted to make you my court painter. എന്നിട്ട് എന്താ പറഞ്ഞത്? I shall be delighted. delight എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം. സന്തോഷം, സന്തുഷ്ടനാണ് അല്ലെ, സന്തോഷവാനാണ്. I shall be. ആരോ അവിടെ കൂടുന്നുണ്ടല്ലോ മക്കളെ, മൈക്ക് ഓഫ് ചെയ്യണേ. അപ്പൊ I shall be delighted to make you my court painter. അല്ലെ, എന്റെ കോട്ട് പെയിന്റർ ആക്കി അല്ലെ, ഈ കൊട്ടാരത്തിലെ പെയിന്റർ ആക്കി മാറ്റാൻ എനിക്ക് എന്താണ്? I shall be delighted. എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ, ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. He directed him to the chair. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളെ ടില്ലിനെ നേരെ എവിടേക്കാ കൊണ്ടുപോയത്? അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന അല്ലെ ആ ചെയറില്ലേ, അവിടെ കൊണ്ടുപോയിട്ട് made him sit on. അത് കൊണ്ടുപോയിട്ട് നമ്മളെ ടില്ലിനെ കൊണ്ടുപോയിട്ട് ഇരുത്തി. ഏത് ചെയറിലായിരിക്കാം? ആ കോട്ട് പെയിന്ററെ ചെയറില്ലേ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്, ആ വെൽവെറ്റ് ചെയറിൽ അല്ലെ, empty വെൽവെറ്റ് ചെയർ ആണെന്ന് പറയുന്നുണ്ട്. ആദിത്യ, മോൾക്ക് എന്താ ഡൗട്ട് ഉണ്ടോ? ഇഷാള് മുതൽ ഒന്നുകൂടെ പറഞ്ഞുതരൂ സാറേ. ഓക്കെ, അതായത് നമ്മളെ ആർച്ച് ഡ്യൂക്ക് എന്താ ചെയ്തത്? ആർച്ച് ഡ്യൂക്ക് എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ് എന്ന് പറഞ്ഞില്ലേ. ആർച്ച് ഡ്യൂക്ക് നമ്മളെ ടില്ലിനെ എംബ്രേസ് ചെയ്തു, ആലിംഗനം ചെയ്തു, ആൻഡ് കിസ്ഡ് ഹിം അല്ലെ, എന്നിട്ട് ഉമ്മ വെച്ചു. എവിടെ? ഓൺ ബോത്ത് ചീക്സ്, അദ്ദേഹത്തിന്റെ രണ്ട് കവിളിലും. എന്നിട്ട് പറയാണ് അല്ലെ, എന്നിട്ട് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, I shall be delighted to make you my court painter. I shall be delighted, ഞാൻ സന്തുഷ്ടവാനായിരിക്കും അല്ലെ, ഞാൻ സന്തോഷവാനായിരിക്കും. എങ്ങനെയാണെങ്കിൽ സന്തുഷ്ടവാനാണ് അല്ലെ, സന്തോഷവാനാണ്. to make you my court painter, എന്റെ കോട്ട് പെയിന്റർ ആക്കുന്നതില് അല്ലെ. മെയ്ക്കിന്റെ 3 രൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? മെയ്ക്ക്, മെയ്ഡ്, മെയ്ഡ് അല്ലെ, പഠിച്ചിട്ടില്ലേ? മെയ്ക്ക്, മെയ്ഡ് അല്ലേ, ഓർമ്മല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. അപ്പൊ I shall be delighted to make you my court painter. എന്നിട്ട് എന്ത് ചെയ്തു? He directed him to the chair. എന്നിട്ട് ആർച്ച് ഡ്യൂക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവാണ്. എവിടേക്കാ കൊണ്ടുപോയത്? അവിടെ ഉണ്ടായിരുന്ന ആ ചെയറിലേക്ക്. ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്. ആ കസേരയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി. ഏത് കസേരയിലായിരിക്കും? നമ്മുടെ ആർച്ച് ഡ്യൂക്കിന്റെ സോറി ഈ കൊട്ടാരത്തിന്റെ കസേര, ആർച്ച് ഡ്യൂക്കിന്റെ കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുക പറഞ്ഞില്ലേ, ആ വെൽവെറ്റ് ചെയർ അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞത്, വെൽ മൈ ഡിയർ ഫെലോ, he said, you do have a tongue in your head and you certainly seem to know how to use it. അല്ലെ, എന്നിട്ട് പറഞ്ഞ സുഹൃത്തെ, എന്താ പറഞ്ഞത്? മൈ ഡിയർ ഫെലോ, you do have a tongue in your head. എന്താണ് ടങ് എന്ന് പറഞ്ഞാൽ? എന്താ ടങ് എന്ന് പറഞ്ഞാൽ? ശരിക്കും നാവ്, നാവ് എന്നാണ്. ഇവിടെ നോക്കിയ നിങ്ങൾ, you do have a tongue in your head എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം?
യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് ആണ് നിന്റെ തലയിൽ നാവുണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല അല്ലെ? ഇതിന്റെ അർത്ഥം അതായത് യു ഹാവ് ദ എബിലിറ്റി ടു ടോക്ക് അട്രാക്റ്റീവ്ലി എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? യു ഹാവ് ദ എബിലിറ്റി. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കഴിവ് അല്ലെ? യു ഹാവ് ദ എബിലിറ്റി ടു ടോക്ക് attractively. അതായത് യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു ഹാവ് ദ എബിലിറ്റി ടു ടോക്ക് അട്രാക്റ്റീവ്ലി. നിനക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നിനക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്. ആരാ പറയണത്? നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞു. എന്ത്? യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്. അതിന്റെ അർത്ഥം എന്താണ്? യു ഹാവ് ദ എബിലിറ്റി ടു ടോക്ക് അട്രാക്റ്റീവ്ലി. നിനക്ക് വളരെ ആകർഷണീയമായ രീതിയിൽ നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്. യു certainly എന്ന് പറഞ്ഞാൽ തീർച്ചയായും അല്ലേ? യു certainly seem to know how to use it. അങ്ങനെ പറഞ്ഞാൽ എന്താ? അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് നന്നായിട്ട് പറയേ. certainly പറഞ്ഞെന്തേനി? തീർച്ചയായും. certainly സഡൻലി ഉണ്ട് കേട്ടോ. സഡൻലി അല്ല, ഇത് certainly എന്നാണ്. certainly എന്ന് പറഞ്ഞാൽ തീർച്ചയായും. സഡൻലി ആണെങ്കിൽ പെട്ടെന്നാണ്. ഇത് certainly ആണ്. certainly. You certainly seem to know how to use it. അതായത് എങ്ങനെ നന്നായി നിനക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട് അല്ലെ? അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന്, അതായത് എങ്ങനെ നന്നായിട്ട് സംസാരിക്കാം എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലെ? ചില ആൾക്കാർ അങ്ങനെയാണ് അല്ലെ? സംസാരിച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ കാര്യം സാധിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ടില്ലും രാജാവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലേ, ഇവിടെ കസേര ഒഴിഞ്ഞ് കിടക്കാണ് അല്ലെ, ആ കസേരയിൽ ഞാൻ ഇരിക്കാം എന്ന് വിചാരിച്ചതിൽ വല്ല തെറ്റുണ്ടോ അല്ലെ? പാർഡൺ മീ, ഫോർഗീവ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ പാരഗ്രാഫ്? ഇനി ഒരു സെന്റൻസ് കൂടി ഉണ്ട്. യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ, ആറിന്റ് യു? യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ, ആറിന്റ് യു? മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? വെരി ഗുഡ്, ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ, അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഓർമ്മയുണ്ടോ? അന്ന് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ട്. അപ്പൊ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ആറിന്റ് യു എങ്ങനെയാ കിട്ടിയത്? രണ്ടാമത്തെ കൂട്ടി. വെരി ഗുഡ്. ഈ 6 ഓക്സിലറി വെർബാണ്. അപ്പൊ നമ്മൾ 6ന് എടുത്തു, പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നോട്ട് ചേർത്തു അല്ലെ? അങ്ങനെ ആറിന്റെ ആയി. സബ്ജക്റ്റ് യു ആയിരുന്നു അല്ലെ? അങ്ങനെയാണ് ആറിന്റ് യു കിട്ടിയത്. ഓക്കെ അല്ലേ മക്കളെ? ഇനി മൈക്ക് ഓഫ് ചെയ്ത്, മൈക്ക് ഓഫ് ചെയ്യും. അപ്പൊ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഗ്രാമർ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ക്വസ്റ്റ്യൻ ടാഗിന്റെ ചെറിയൊരു ഭാഗം. അപ്പൊ യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പഠിച്ച റൂൾ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവണം, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്, കാരണം ഇതിന് നോട്ട് ഇല്ല അല്ലെ? വേറെ കുറെ നെഗറ്റീവ് ആവാൻ വേറെയും കുറെ വേർഡ്സ് എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. എന്നാലും 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, നോട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും. ആ നോട്ട് ഇതിലില്ല, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓക്സിലറി വെർബ് എടുത്തു,
ഓക്സിലറി വെർബ് ആറാണ്, തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ നോട്ട് ചേർത്തു. അപ്പൊ ആറിന്റെ പിന്നെ സബ്ജക്റ്റ് ഇവിടെ യു ആണ്. അങ്ങനെയാണ് ആറിന്റെ കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാരും നന്നായി അന്ന് നല്ല ഉഷാറായി ചെയ്ത കുട്ടികളാണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. Your Highness, may it please you to remember me and my donkey Jeff for just one more minute? Till replied, my donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. My stomach has been complaining very loudly. Perhaps your Highness can even hear it now. I have been feeding myself with dreams of good food and drink at your royal table. വായിച്ചോക്കെ, എങ്ങനെയാ വായിക്കേണ്ടത്? ലൗഡ് റീഡിങ്. ലൗഡ് റീഡിങ് ആണെങ്കിൽ ഉറക്കെ വായിക്കണം. അപ്പോഴാണ് വീട്ടിലുള്ള ആൾക്കാർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാൻ പറ്റുള്ളൂ. സ്കൂളിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഉഷാറായി പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അല്ലെ? ചില ആൾക്കാർ ആദ്യമൊക്കെ നന്നായിട്ട് ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, പിന്നെ ടീച്ചർ തരുന്ന വർക്ക് മാത്രം ചെയ്തിട്ടുണ്ടാവും. ടീച്ചറെ വീട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെയാ. ആദ്യം നല്ല ഉഷാറായിരുന്നു, കുറച്ചു കാലം സ്കൂള് തുടങ്ങിയ ഉടനെ നല്ല ഉഷാറായി പഠിച്ച് എഴുതി അല്ലെ, പിന്നെ മടിയായി. നിങ്ങളും അങ്ങനെയാണോ? അല്ലാന്ന് തോന്നുന്നത്. നിങ്ങൾ നല്ല ഉഷാറായ കുട്ടികളാണ്. അപ്പൊ വായിച്ചില്ലേ? ഓക്കെ. ഇനി എന്താണ് അപ്പം പിന്നെ നമ്മളെ ഇവിടെ നമ്മൾ മീനിങ് പറഞ്ഞില്ല അല്ലെ? യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ പറഞ്ഞ എന്താ? ടോക്കറ്റീവ് എന്ന് പറഞ്ഞാല് ധാരാളമായി സംസാരിക്കുന്ന ആളെന്നാണ് ടോക്കറ്റീവ്. നന്നായി സംസാരിക്കുന്ന ആൾക്കാർ, ധാരാളമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ടോക്കറ്റീവ് പേഴ്സൺ എന്നൊക്കെ പറയും. ചില ആൾക്കാർ അധികമൊന്നും സംസാരിക്കൂല, നമ്മൾ കാര്യത്തിൽ മാത്രമേ പറയുള്ളൂ അല്ലെ? ചില ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വാത്തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ചില കുട്ടികൾ. ചിലര് നല്ല സൈലന്റ് ആയിരിക്കും, ഒന്നും മിണ്ടോന്നില്ല, ടീച്ചർ ചോദ്യം ചോദിച്ചാലൊക്കെ പറയും, പഠിക്കാനൊക്കെ ഉഷാറായിരിക്കും. എന്നാൽ ചില ആൾക്കാർ ചിലപ്പോൾ പഠിക്കാനൊന്നും ഉഷാറുണ്ടാവില്ല, നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർ നന്നായി പഠിക്കുകയും ചെയ്യും, നന്നായി സംസാരിക്കുകയും ചെയ്യും അല്ലെ? ടോക്കറ്റീവ് ഫെലോണ്, ടോക്കറ്റീവ് എന്നാ പറയുക. നന്നായി സംസാരിക്കുന്ന ആൾക്കാരെ ടോക്കറ്റീവ് എന്നാണ് പറയുക. അപ്പൊ നമ്മുടെ വായാടികൾ ഒന്നും പറയില്ല. വായാടികൾ എന്ന് പറയുമ്പോ നമ്മള് വേറൊരു മീനിങ് ആയി. നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സൈലന്റ് ഒന്നല്ലാതെ അല്ലെ, കാര്യത്തിൽ നന്നായി പറയുന്ന ആൾക്കാര്. നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ഭാഷയും നല്ല ഉഷാറായി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നന്നായി സംസാരിക്കുന്ന ആൾക്കാരെ കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി ധാരാളമായിട്ട് സംസാരിക്കൂലേ? അപ്പൊ യു ആർ എ വെരി ടോക്കറ്റീവ് ഫെലോ ആറിന്റ് യു അല്ലെ? നീ നന്നായി സംസാരിക്കുന്ന ആളാണ് അല്ലെ? ആറിന്റ് യു അല്ലേ എന്ന് നമ്മളെ ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു. അപ്പോ അതിന് മറുപടി ആയിട്ട് നമ്മളെ ടില്ല് പറഞ്ഞെന്താ? യുവർ ഹൈനസ്, മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ അല്ലെ? യുവർ ഹൈനസ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ ഇങ്ങനെ വലിയ ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോ അങ്ങുന്നേ എന്നൊക്കെ പറയില്ലേ? രാജാവിനോട് പറയാണ് അങ്ങ് അല്ലെ? മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ അല്ലെ? അതായത് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കാണ്. ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾക്ക് സന്തോഷാവും. അതായത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ? മൈ ഡോങ്കി ജെഫ്. അപ്പൊ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹിസ് ഡോങ്കി? ജെഫ് അല്ലെ? ജെഫ് എന്നാണ് നമ്മളെ ടില്ലിന്റെ ഡോങ്കിയുടെ പേര്. ടില്ലിന് ഡോങ്കിയുള്ള കാര്യം എല്ലാവർക്കും അറിയില്ലേ അല്ലെ? കഴുതപ്പുറത്തല്ലേ ടില്ല് അവിടെ റൈഡ് ചെയ്തിട്ടാണ് അവിടെ കൊട്ടാരത്തിൽ എത്തിയത് അല്ലെ? എന്നിട്ട് നമ്മളെ ടില്ല് രാജാവിനോട് പറയാണ് മൈ ഡോങ്കി ജെഫ് ഫോർ ജസ്റ്റ് വൺ മോർ മിനിറ്റ്. അതായത് എന്റെ ഡോങ്കിയെ കുറിച്ച് അല്ലെ ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. ഈ നിങ്ങൾ ടോക്കറ്റീവ് ഫെലോ ആണ് എന്ന് പറഞ്ഞില്ല, അതിന് മറുപടി അങ്ങനെയാണ് ഇയാൾ മറുപടി പറഞ്ഞത് കേട്ടോ. എന്നിട്ട് എന്ത് പറഞ്ഞു? മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ. എന്റെ ഡോങ്കി
ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ്. അവന് സ്വയം എന്താണ് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഫീഡ് എന്താ? ഫീഡ് ഭക്ഷണം അല്ലെ? ഭക്ഷണം കഴിക്കുക, ഫീഡിങ്. ഭക്ഷണം, അതായത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എവിടുന്നാ? ഓൾ എലോങ് ദി വേ. അതായത് ഇവര് വരുന്ന വഴിയിൽ വെച്ചിട്ട് ജെഫ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചത്? ദ തോൺസ് ഇൻ ദ ഹെഡ്ജസ്. തോൺ എന്ന് പറഞ്ഞാല് മുള്ളാണ്, മുള്ള്. വരുന്ന വഴിയില് നമ്മളെ ജെഫ് മുള്ളുകൾ തിന്നിട്ടുണ്ട്. എവിടുന്നില്ല മുള്ള? ഇൻ ദ ഹെഡ്ജസ്. ഹെഡ്ജ് എന്ന് പറഞ്ഞാല് വേലിയാണ്, ഫെൻസ്. വേലി കേട്ടുണ്ടോ? വേലി, വേലികൾ ഉണ്ടല്ലേ? മിൻഹക്ക് എന്താ ഡൗട്ട് മോളെ? ഫയർലി പറഞ്ഞെന്താ? ഫെയർലി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്നില്ലാത്തതാണ്, ഗുഡ് എന്നില്ല മീനിങ്. അതായത് മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഓൾ അലോങ് ദി വേ. വരുന്ന വഴിയില് ജെഫ് അത്യാവശ്യം കാര്യമായിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചത്? തോൺസ് ഇൻ ദ ഹെഡ്ജസ്. വേലിയിലുള്ള ഈ മുള്ളു കൊണ്ടുള്ള വേലിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആ മുള്ളൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ ആൻഡ് ദ ഗ്രാസ് ഓൺ ദി റോഡ് സൈഡ് അല്ലെ? ഗ്രാസ്, പുല്ല്. അതായത് വരുന്ന വഴിയിൽ റോട്ടിലുള്ള പുല്ലും ആ വഴിയിലുള്ള മുള്ളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജെഫ് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ്. പക്ഷെ ജെഫ് പറഞ്ഞെന്താ? ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ്. നത്തിങ് എന്ന് പറഞ്ഞെന്താ? ഒന്നുമില്ല അല്ലെ? നെഗറ്റീവാണ്, നോട്ട് എന്നില്ല അർത്ഥാണ്. ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ്. എനിക്കാണെങ്കിൽ ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല. ഈറ്റിന്റെ 3 രൂപങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചോർമ്മല്ലേ? എന്തൊക്കെയാ? ഈറ്റണാണ്, ഈറ്റണ വായിക്കട്ടോ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഓക്കെ. അപ്പൊ നമ്മളെ ജെഫ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്ന വഴിയില് മുള്ളും അല്ലെ പുല്ലൊക്കെ തിന്നിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ഹാഡ് നത്തിങ് ടു ഈറ്റ്. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ല. ഫോർ ദ പാസ്റ്റ് 3 days. എത്ര ദിവസാ? കഴിഞ്ഞ 3 ദിവസമായിട്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്കൊന്നും ഭക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാല് വയറ് അല്ലെ? മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ്. എന്റെ സ്റ്റൊമക്ക് കംപ്ലൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കംപ്ലൈൻ ചെയ്യാൻ എന്താ? പരാതിപ്പെടുക, പരാതിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ? വെരി ലൗഡ്ലി. ലൗഡ്ലി എന്താ? ലൗഡ്ലി ഉച്ചത്തില് അല്ലെ? ഞാൻ കുറെ ദിവസമായി, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എന്റെ വയറ് ഉച്ചത്തില് പരാതിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും? ചില ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ വയറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമൊക്കെ വരും അല്ലെ? അപ്പൊ നമ്മളെ ചില്ല് പറയുന്നത് എന്താണ്? എന്താണ്? ചില്ല് പറയുന്നത് എന്താണ്? എന്താ മക്കളെ? കുറെ ആൾക്കാർ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടോ? എന്താ മുഫ്ലിഹ ആണോ പറഞ്ഞത്? സംശയമൊന്നുമില്ലല്ലോ? ഇത് പറഞ്ഞല്ലേ, മീനിങ് പറഞ്ഞതല്ലേ? ഓക്കെ. അപ്പേ നമ്മളെ ചില്ല് പറഞ്ഞ എന്താണ്? 3 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉച്ചത്തിൽ ശബ്ദമൊക്കെ വരുന്നുണ്ട്. വയറ് കംപ്ലൈന്റ് ചെയ്യാന്നാല്, പരാതിപ്പെടാന്ന് പറഞ്ഞാല് വയറിന്റെ ഉള്ളിൽ നിന്നൊക്കെ ശബ്ദം വരുന്നുണ്ട് എന്നല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ വയറിന്റെ ഉള്ളിൽ നിന്ന് ഓരോ ശബ്ദമൊക്കെ ഉണ്ടാവും. ഇനി perhaps your highness can even hear it now. എന്നിട്ട് എന്താ പറഞ്ഞത്? perhaps എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ലെ? രാജാവിനോട് പറഞ്ഞെന്താ? എന്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഒച്ചയൊക്കെ വരുന്നുണ്ട്, ഒരു പക്ഷേ യുവർ ഹൈനസ് അല്ലെ, അങ്ങൊന്നിനും എന്ത് ചെയ്യാൻ പറ്റും? can even hear it now. അങ്ങേക്കും വേണമെങ്കിൽ അങ്ങേക്കും ചിലപ്പോ എന്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടാവും എന്ന് നമ്മളെ ചില്ല് പറഞ്ഞു. ഐ ഹാവ് ബീൻ
feeding myself with the dreams of good food. അല്ലെ, എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താ, ടില്ല് പറഞ്ഞെന്താ, ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൈസെൽഫ്, ഹിംസെൽഫ്, ഇറ്റ്സെൽഫ്, യുവർ സെൽഫ് അതൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നോ? അല്ലേ? ഐ വന്നാൽ മൈസെൽഫ്, ഹിംസെൽഫ് ഇല്ലേ, പഠിച്ചിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ്. ഞാനിങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കാണ്. എന്താ സ്വപ്നം കാണുന്നത്? ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ്. അല്ലെ, ഇതെങ്ങനെയാ വായിക്ക? ഫുഡ് എന്നാണോ? ഫുഡ് എന്നല്ല, ഫുഡ് എന്നാ പറയാട്ടോ. ഫുഡ്, ഫുഡ്. ഓക്കെ, വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ. റോയൽ ഇതെന്താ വായിക്ക ശരിക്കും? ടേബിൾ അല്ല, ടേബിൾ. എങ്ങനെ വായിക്ക? ടേബിൾ. ഒന്ന് പറഞ്ഞോക്കെ, ടേബിൾ. മൈക്ക് ഓഫ് ചെയ്ത് തന്നെ പറഞ്ഞാൽ എല്ലാരും കൂടി പറയുമ്പോ നമുക്ക് ഇതാവും. വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞ ഓഫ് ചെയ്തിട്ട് തന്നെ പറയാ. ടേബിൾ അല്ല, ടേബിൾ. അല്ലെ, ടേബിൾ. ഇപ്പൊ നമ്മള് പേപ്പർ എന്നാ പറയാ. പേപ്പർ അല്ല, പേപ്പർ എന്നാണ്. പേപ്പർ, ടേബിൾ. ഫുഡ് അല്ല, ഫുഡ്, ഫുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോ നമ്മള് എന്താ പറയാ, ചിലതൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയണ കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കോ പിന്നെ ഇയാളെന്തങ്ങനെ സ്റ്റൈലാക്കി പറയുന്നൊക്കെ വിചാരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയല്ല, നമുക്കാണ് തെറ്റ്. നമുക്ക് ചിലപ്പോ ഈ ഇംഗ്ലീഷ് ന്യൂസ് ഒക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ ഓരോ വാക്കിന്റെയും ഉച്ചാരണം, കറക്റ്റ് ആയ ഉച്ചാരണം എങ്ങനെയാന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഈ ടീച്ചർ അല്ലെങ്കിൽ ഇയാളത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊന്നല്ലല്ലോ ഇത് പറയാന്നൊക്കെ തോന്നും. അപ്പൊ ഫുഡ് അല്ല, ഫുഡ്, ഫുഡ്. ഓക്കെ, ടേബിൾ അല്ല, ടേബിൾ, ടേബിൾ. പേപ്പർ എന്നല്ല, പേപ്പർ. അല്ലെ, പേപ്പർ. നമ്മള് പോലീസ് എന്ന് പറയും. പോലീസ് എന്നാണോ പറയേണ്ടത്? പോലീസ് എന്നാണ്, പോലീസ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? പോലീസ് എന്ന് പറയരുത്, പോലീസ്. ഓക്കെ, അപ്പൊ നോക്ക്, ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. എന്താ ഈ റോയൽ ടേബിൾ പറഞ്ഞാല്? റോയൽ, രാജകീയമായിട്ടുള്ള അല്ലെ. രാജകീയമായിട്ടുള്ള നിങ്ങളുടെ ഈ ടേബിളില് നല്ല ഫുഡ് കഴിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാണ് എന്ന് ആര് പറഞ്ഞു? നമ്മളെ ടില്ല് പറഞ്ഞു. അപ്പൊ ഈ പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത നോക്കിയ നിങ്ങള്. ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, വെൽ മൈ ഡിയർ ഫെലോ, you will certainly have something more solid than dreams to feed on, but where is your donkey? okay, easy ആണ്. The archduke smiled and said, well my dear fellow, you will certainly have something more solid than dreams to feed on, but where is your donkey? അങ്ങനെ എന്താ? archduke smiled and said. അല്ലെ, ഇത് കേട്ടപ്പോ അതായത് ടില്ല് പറഞ്ഞെന്താ, നിങ്ങളുടെ ഈ രാജകീയമായ ടേബിളിൽ നിന്ന് അല്ലെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ നമ്മൾ ആർച്ച് ഡ്യൂക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സെഡിന്റെ ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, പക്ഷെ ചില കുട്ടികൾക്ക് ഇതൊന്നും അറിയൂല. സെഡിന്റെ 3 രൂപങ്ങൾ എന്താ? ഈ സെഡ് എത്രാമത്തെ രൂപ? വേർബ് 1 ആണോ 2 ആണോ? 2. അപ്പൊ വേർബ് 1 എന്താ? വെരി ഗുഡ്, സേ. സേ. വെർബ് 2 സെഡ്. വെർബ് 3യോ? സെഡ് തന്നെയാണ്. നിങ്ങൾ നല്ല കുട്ടികളാണ്. ഈ 10ാം ക്ലാസ്സുകാർക്കൊക്കെയാണ് ഇത് തെറ്റുന്നത്. നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ. സേ, സെഡ്, സെഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം ദ ആർച്ച് ഡ്യൂക്ക് സ്മൈൽഡ് ആൻഡ് സെഡ്, എന്നിട്ട് എന്ത് പറഞ്ഞു? വെൽ മൈ ഡിയർ ഫെലോ. അല്ലെ, മൈ ഡിയർ ഫെലോ എന്നൊക്കെ പറഞ്ഞാൽ ആയിക്കോട്ടെ അല്ലെ കൂട്ടുകാരാ. യു വിൽ certainly, certainly നമ്മളിപ്പോ പഠിച്ചില്ലേ, തീർച്ചയായിട്ടും അല്ലെ, തീർച്ചയായും. എന്താ പറഞ്ഞത്? we will certainly have
സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ്. രാജാവ് പറഞ്ഞെന്താ? സ്വപ്നം കണ്ടതിനേക്കാൾ നല്ലത്. സോളിഡ് പറഞ്ഞാൽ ശരിക്കും എന്താ? സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിയുള്ള അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. അതായത് രാജകീയമായ നിങ്ങളുടെ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണ് ഇപ്പൊ തരാം. ബട്ട് വെർ ഈസ് യുവർ ഡോങ്കി? അല്ലേ? അപ്പോ രാജാവ് ചോദിക്കാണ്, പക്ഷെ നിങ്ങളുടെ ഡോങ്കി എവിടെ? എന്നിട്ട് പറഞ്ഞു നമ്മളെ ചില്ല എന്താ പറഞ്ഞത്? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. എന്നാ നോക്കട്ടെ, ഇത് നിങ്ങൾക്ക് അറിയോന്ന് നോക്കട്ടെ. ഞാൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് പറഞ്ഞാൽ നമ്മളിവിടെ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ്. ഈ ലെഫ്റ്റിന്റെ V1 എന്താ? ആർക്കറിയാം? അല്ല, അത് നിങ്ങൾ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവൂല. എന്തായാലും മക്കളെ അത് പ്രധാനപ്പെട്ടതാണ്. അത് എഴുതി വെക്കുക. ലീവാണ്. ലീവ്, ലെഫ്റ്റ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എന്താ അറിയോ, ചില കുട്ടികൾക്ക് നല്ല, നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ വേർഡ് ഒന്നും വരലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ പരീക്ഷയില്, മോഡൽ പരീക്ഷക്ക്, ഇപ്പൊ കഴിഞ്ഞില്ല, അതിന്റെ മുമ്പത്തെ കഴിഞ്ഞ പരീക്ഷക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്താണ് നമ്മൾ ഈ ഹാവിന് ശേഷം എന്താ പറയാ, ലീവ് വന്നു. ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ USS ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അന്ന് കോച്ചിങ് ഒക്കെ കിട്ടി, അല്ലെങ്കിൽ സ്കൂളൊന്നും ഇംഗ്ലീഷൊക്കെ എഡിറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്ത്? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ആണ് ഉപയോഗിക്കേണ്ടത്. മക്കളെ കേൾക്കുന്നുണ്ടോ? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ആണ്, വെർബ് 3 ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ റൂളൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയായിരുന്നു അല്ലെ? 2 വർഷം മുമ്പത്തെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക്, അരക്കൊല്ല പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ എഡിറ്റിങ്ങിന് വന്നു ഹാവ്, ലീവ് എന്നുള്ളത്. പക്ഷെ കുട്ടികൾക്കൊക്കെ അറിയാം ഹാസ്, ഹാവ്, ഹാഡ് എന്നൊക്കെ കഴിഞ്ഞാല് വെർബ് 3 ആണ് വരേണ്ടത്. പക്ഷെ ലീവിന്റെ വെർബ് 3 പല കുട്ടികൾക്കും അറിയില്ലായിരുന്നു. പല കുട്ടികൾ നല്ല ഒരു 100-300 ആൾക്കാര്, ഇതിൽ ആകെ ഒരു 10 ആൾക്കാരൊക്കെ മാക്സിമം അത്ര എഴുതിയിട്ടുള്ളായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയുണ്ടാവും കേട്ടോ. ഇപ്പൊ കുറെ നമ്മളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മളത് ഓർത്ത് പഠിക്കും. അപ്പൊ നിങ്ങളത് മറക്കരുത്. ലീവിന്റെ 3 രൂപങ്ങള് ലീവ്, ലെഫ്റ്റ് കേട്ടോ. എഴുതി വെച്ചില്ലേ? ഓക്കെ. അപ്പം ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്, ഓക്കെ, വെരി ഗുഡ്. അല്ലെ? നമ്മളെ ജെഫിനെ എവിടെ നിർത്തിന്നാ പറഞ്ഞത്? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. ഞാൻ അവനെ പുറത്ത് നിർത്തിയാണ്, പുറത്ത് വെച്ചിട്ട് പോന്നതാണ്. എവിടെ? ഓപ്പോസിറ്റ് ദി പാലസ്. എവിടെയാ? കൊട്ടാരത്തിന്റെ ഓപ്പോസിറ്റ്, എതിർവശത്ത് നിർത്തി. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെസ്സിസ് ലുക്ക്ഡ് ആഫ്റ്റർ. നോക്കി നിങ്ങള്, എന്താണ് ഈ ലുക്ക്ഡ് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ? ആർക്കെങ്കിലും അറിയോ? അറിയില്ല? എന്ത് മിസ്സേ? ലുക്ക്ഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ എന്താ? പിന്നെ നോക്കി. നമ്മൾക്ക് തോന്നും ലുക്ക്ഡ് പറഞ്ഞാല് നോക്കാൻ പറയാ. ആർക്കും അറിയില്ല. പിന്നീട് നിങ്ങൾക്ക് നമുക്ക് തോന്നും ലുക്ക് എന്ന് പറഞ്ഞാല് നോക്കി, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, അല്ലെ? അപ്പൊ നോക്കിയതിന് ശേഷം അങ്ങനെയൊക്കെ ആണോന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു ഫ്രേസൽ വേർബാണ്. ഫ്രേസൽ വേർബ് എന്നാണ് ഇതിന് പറയാം.
ഫ്രേസൽ വേർബ് അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫ്രേസൽ വേർബ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം കേട്ടില്ല എന്ന് പറയാൻ പറ്റൂല, കാരണം ഇതില് നിങ്ങൾ 7ാം ക്ലാസ്സിലാണ്. എല്ലാവർക്കും USS കിട്ടിയിട്ടില്ലെങ്കിലും USS പരീക്ഷ എഴുതിയ കുറെ ആൾക്കാരുണ്ട്, കിട്ടിയ ആൾക്കാരുണ്ട്. അന്നൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫ്രേസൽ വേർബ്. ഇപ്പൊ നമ്മൾ പുട്ട് ഓണ്, ഗോ ഓണ്, അല്ലേ? പുട്ടപ്പ് വിത്ത്, കം ഇന്ന്, അങ്ങനെ കൊറേ നമ്മള് പഠിച്ചില്ലേ? പുട്ട് ഓഫ്, പുട്ട് ഔട്ട്, പുട്ടപ്പ് വിത്ത്, പുട്ട് ഓൺ. എന്താണ്? എന്താ പറഞ്ഞേ? വളർത്തുക. ടേക്ക് കെയർ ഓഫ്. ടേക്ക് കെയർ. വെരി ഗുഡ്. ടേക്ക് കെയർ എന്നാണ്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വേർബ് ആണ്. ടേക്ക് കെയർ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് സംരക്ഷിക്കുക, സംരക്ഷിക്കുക, വളർത്തുക എന്നൊക്കെ പറയില്ലേ? സംരക്ഷിക്കാണ് ടേക്ക് കെയർ, സംരക്ഷിക്കുക. ലുക്ക് ആഫ്റ്റർ എഴുതി വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഫ്രേസൽ വേർബ് ആണ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സില് പരീക്ഷക്ക് മുതല് ഫ്രേസൽ വേർബ് ഉണ്ടാവും. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്കൊരു 3 മാർക്കിനോ ചിലപ്പോ 2 മാർക്കാണെങ്കിൽ 3 മാർക്കൊക്കെ വരിക. പക്ഷെ 9, 10 ക്ലാസ്സുകളിൽ 5 മാർക്കിന് വീതം വരുന്നതാണ് ഫ്രേസൽ വേർബ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഫ്രേസൽ വേർബ് പഠിക്കാണ്, ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ, സംരക്ഷിക്കുക. എഴുതി വെച്ചോ? ഓക്കെ. എന്നാൽ ഞാനൊരു രണ്ട് ഫ്രേസൽ വേർബും കൂടി ഞാൻ ഇന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ 3 എണ്ണം നിങ്ങൾ ഇന്ന് പഠിക്കണം. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ, സംരക്ഷിക്കുക. ഇനി പുട്ട് ഓൺ, പുട്ട് ഓൺ. ഇനി അടുത്ത പാഠത്തില് നമ്മളാ മറ്റേ പൂച്ചന്റെ ഒക്കെ പാടല്ലേ, അതില് പൂച്ചന്റെ ഒക്കെ പാഠത്തിൽ വരുന്നുണ്ട് പുട്ട് ഓൺ. അന്ന് ഇത് നിങ്ങൾ സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇത് എടുക്കുമ്പോഴോ പുട്ട് ഓൺ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ എന്നാണ്, ധരിക്കുക. ധരിക്കുക. നമ്മള് ഡ്രസ്സൊക്കെ ഇടൂലേ? ധരിക്കുക. ഡ്രസ് ഇടുന്നതിനാണ് പുട്ട് ഓൺ എന്ന് പറയാം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ. എഴുതിയില്ലേ എല്ലാരും? പുട്ട് ഓൺ, ടു വെയർ. ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ, സംരക്ഷിക്കുക. ഒന്നും കൂടെ പറയാണ് ഇമ്പോർട്ടന്റ് ആയത്. ഗോ ഓൺ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നാണ്, തുടരുക. കണ്ടിന്യൂ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ, ധരിക്കുക. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ, സംരക്ഷിക്കുക. 3 ഫ്രേസൽ വേർബ് പഠിച്ചു. നോക്കൂ മക്കളെ, നിങ്ങൾ ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 30, മാക്സിമം പോയാൽ 30 ഫ്രേസൽ വേർബ് പഠിച്ചാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് ആ ഫുൾ മാർക്കും കിട്ടും. ഒന്നുകൂടി നമുക്ക് കുറക്കാം. ഇന്ന് നമ്മൾ ആ 30 എണ്ണത്തിൽ 3 എണ്ണം പഠിച്ചില്ലേ? എല്ലാവരും നോട്ടിൽ നോക്കിയേ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ, സംരക്ഷിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ, ധരിക്കുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക. അല്ലെ? ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടരുക. 3 എണ്ണം എഴുതിയില്ല എല്ലാരും? കണ്ടിന്യൂ, തുടരുക. കണ്ടിന്യൂ, തുടരുക. ഓക്കെ, 3 എണ്ണം പഠിച്ചില്ല? എല്ലാരും നോട്ടിലില്ലേ? അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കൂട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാം. എന്താണ്? ഒന്ന് ലുക്ക് ആഫ്റ്റർ, നമ്മുടെ ടെക്സ്റ്റിലില്ല ലുക്ക് ആഫ്റ്റർ, എഴുതിയില്ലേ? പിന്നെ ടു ഗോ ഓൺ, കണ്ടിന്യൂ, എഴുതിയില്ലേ? പിന്നെ പുട്ട് ഓൺ. ലുക്ക് ആഫ്റ്റർ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാല് ലുക്ക് ആഫ്റ്റർ, അതായത് ടേക്ക് കെയർ, സംരക്ഷിക്കുക. സംരക്ഷിക്കുക. 3 എണ്ണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. ആ 3 എണ്ണം നിങ്ങൾ തന്നെ പഠിക്കണം. എല്ലാ ക്ലാസ്സിലും ഇനി 8, 9, 10 പിന്നെ വലിയ +1, +2 നമുക്ക് ആവശ്യമില്ല. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയർ, ധരിക്കുക. പറയുന്നോനെ.
പുട്ട് ഓൺ അതിന്റെ അർത്ഥം ടു വെയർ, ധരിക്കുക മോനെ. നമ്മള് ഡ്രസ്സ് ധരിക്കൂലേ? ധരിക്കുക, നമ്മൾ ഡ്രസ്സൊക്കെ ഇടണേനാണ് പുട്ട് ഓൺ എന്ന് പറയാ കേട്ടോ. ഇനി നിങ്ങൾ നോക്കണ്ടേ, നമ്മളെ നിങ്ങളിപ്പോ സ്കൂളിലെ ചാപ്റ്റർ പഠിക്കണില്ലേ, നമ്മളെ ക്യാറ്റിന്റെ ആ പാഠത്തിലൊക്കെ വരുന്നുണ്ട് പുട്ട് ഓൺ ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇത് നോക്കുക, നമ്മളെ ചാപ്റ്റർ ലുക്ക്ഡ് ആഫ്റ്റർ. അതായത് ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ടീച്ചറെ പുട്ട് ഓൺ എന്നുള്ള മീനിങ് എന്താ? ധരിക്കുക, ധരിക്കുക. ഡ്രസ്സൊക്കെ ധരിക്കൂലേ, ഡ്രസ് ഇടൂലേ, അതാണ് പുട്ട് ഓൺ. കിട്ടിയില്ല മോനെ? ടീച്ചറെ പുട്ട് ഓൺ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? മോനെ ഞാൻ ഈ എഴുതുന്നത് കിട്ടണില്ലേ? ധരിക്കുക. സ്ക്രീനിൽ നോക്ക് മോനെ. ധരിക്കുക, ഇംഗ്ലീഷിലാണെങ്കിൽ ടു വെയർ എന്ന് പറയും. സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതിയ എളുപ്പം. കിട്ടിയോ? എഴുതിയില്ലേ? ഓക്കെ, ഇനി നോക്കുക മക്കളെ. അപ്പോ നമ്മളെ ഇയാള് പറഞ്ഞെന്താണ്? ടില്ല് പറഞ്ഞു ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ, അല്ലെ? അതായത് ജെഫിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറഞ്ഞാല് താങ്ക്ഫുൾ ആണ്, അല്ലെ? എനിക്ക് വളരെയധികം സന്തോഷാവും എന്ന് പറഞ്ഞു. ഹി നീഡ്സ് എ ലിറ്റിൽ ഫോർഡർ. എന്നിട്ട് നമ്മളെ ടില്ല് പറഞ്ഞെന്താ? ഹി നീഡ്സ്, നീഡ് പറഞ്ഞാല് ആവശ്യം, അല്ലെ? അതായത് ജെഫിന് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? എ ലിറ്റിൽ ഫോർഡർ. ഫോർഡർ എന്ന് പറഞ്ഞാല് നമ്മളെ വൈക്കോലൊക്കെ ഉണ്ടാവില്ലേ, തീറ്റ, വൈക്കോലില്ലേ ഇതിനെ കൊടുക്കുന്ന കാലിത്തീറ്റകൾ അങ്ങനത്തെ ഉണ്ടാവില്ലേ, പുല്ല്, വൈക്കോലാണ് ഫോർഡർ. അതായത് ജെഫിന് കുറച്ച് ഭക്ഷണവും ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്, രാത്രിയിൽ താമസിക്കാൻ ഒരു സ്ഥലവും കിട്ടിയാൽ മതി എന്ന് ആര് പറഞ്ഞു? നമ്മളെ ടില്ല് പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. പറയുമോളെ. ഗ്രേറ്റ്ഫുള്ളിന്റെ അർത്ഥം എന്താ? ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ, നന്ദിയുള്ള, സന്തോഷം എന്നൊക്കെ പറയും. വളരെയധികം നന്ദിയുള്ള. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ. അതായത് ജെഫിന് ഹലോ ഹലോ, നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആവശ്യം, ആവശ്യം ട്ടോ. അതായത് നമ്മുടെ ടില്ലിനല്ല ജെഫിന് ഹി നീഡ്സ് എ ലിറ്റിൽ ഫോർഡർ. അവന് കുറച്ച് പുല്ല്, അല്ലെ? വൈക്കോല് മതി. ഫോർഡർ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്, അതിന്റെ ഫുഡ്, അല്ലെ? ഭക്ഷണം. അതായത് ഹി നീഡ്സ്, ഹി എന്ന് പറയുന്ന ആരെയാണ് ഇവിടെ? ജെഫാണ്, അല്ലെ? ജെഫിന് കുറച്ച് വൈക്കോലും പിന്നെ ലോഡ്ജിങ് അറ്റ് നൈറ്റ്, രാത്രി നിൽക്കാൻ ഒരു താമസ സ്ഥലം ഉണ്ടായാൽ മതി എന്ന് ടില്ല് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. അല്ലെ? എന്നിട്ട് ആർച്ച്ഡ്യൂക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പൊ നമ്മുടെ ജെഫിന് കുറച്ച് തീറ്റയും താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ ആർച്ച്ഡ്യൂക്ക് ഓർഡർ ചെയ്തത് എന്താണ്? ടു ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് ഹി ആഡഡ്. അതായത് ജെഫിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യാൻ എന്താ? പരിചരിക്കുക, കെയർ ചെയ്യുക, അല്ലെ? ട്രീറ്റ് ഇറ്റ് ലൈക്ക് എന്തുപോലെയാണ്? വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. ഈ കാര്യം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ എന്തായിരിക്കണം? ഓർമ്മയുണ്ടോ? ഈ ക്ലാസ്സിൽ വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ. അതായത് നിങ്ങൾക്ക് എഡിറ്റിംഗിൽ വരൽ എന്താ അറിയോ? ഇവിടെ ആനിമൽ എന്നാണ് വരിക. എഡിറ്റിംഗിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും ആനിമൽസ് എന്ന് എഴുതേണ്ടടുത്ത് ആനിമൽ എന്ന് തരും. അപ്പൊ നമുക്കറിയണം വൺ ഓഫിന് ശേഷം വരുന്ന നൗണ് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ രാജാവ് പറഞ്ഞ എന്താണ്?
ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. തൻസീഹിന് എന്താ ഡൗട്ട് മോനെ? വൺ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന പ്ലൂരൽ ആയിരിക്കണം എന്നല്ലേ ടീച്ചറെ? മോനെ, വൺ ഓഫിന് ശേഷം വരുന്ന നൗണ്, ഇവിടെ നൗണ് അല്ലെ എഡിറ്റിങ്ങില് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോ ഈ നൗണ് വരച്ചു തരും. ആ നൗണ് എപ്പോഴും പ്ലൂരൽ ആയിരിക്കണം, ബഹുവചനമായിരിക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയതാണ് കേട്ടോ. മനസ്സിലായോ തൻസി? ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. നോക്കാം, നിങ്ങൾ ഈ പാരഗ്രാഫ് ഞാൻ നിങ്ങളോട് വായിക്കാൻ പറയുന്നില്ല, നമ്മളെ സമയം കഴിയാനായപ്പോ ഈ പാരഗ്രാഫ് കൂടി നമുക്ക് നോക്കാം. ബിഫോർ ലോങ് എന്ന് പറഞ്ഞ എന്താ? അധികം വൈകാതെ അല്ലെ? ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ്. സപ്പർ എന്ന് പറഞ്ഞാല് ഏത് സമയത്ത് രാത്രി ഭക്ഷണം അല്ലെ? അല്ലെ, രാത്രി ഭക്ഷണമാണ് സപ്പർ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. ഇതെന്താ വായിക്കുക? ഫീസ്റ്റ് അല്ലെ? വെഡിങ് ഫീസ്റ്റ്. ആ ഭക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ ഉള്ളതുപോലെ അത്രയും ലാവിഷായി അങ്ങനത്തെ ഒരു ഭക്ഷണമായിരുന്നു. ഓക്കെ. The tables were loaded with every kind of food and drink. എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ പറഞ്ഞു ഓർമ്മയുണ്ടോ? The tables were loaded. അവിടെ ഉണ്ടായിരുന്ന അല്ലെ, ആ രാജകൊട്ടാരത്തിലെ ടേബിൾ മുഴുവൻ നിറഞ്ഞു. ലോഡഡ് വിത്ത് ഫീസ്റ്റ്, ഭക്ഷണം എന്നല്ലേ? അതായത് നമ്മൾ വെഡിങ് ഫീസ്റ്റ് എന്താ? കല്യാണത്തിന്റെ അല്ലേ ഭക്ഷണം പോലെ, ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്, ഒരു കല്യാണം പോലെ ഉണ്ടായിരുന്നു. അത്രയും വിഭവങ്ങള് അല്ലെ? The tables were loaded with every kind of food and drink. ആ ടേബിളിൽ നിറയെ എന്തായിരുന്നു? എവ്രി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ഒരുപാട് ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് നിറഞ്ഞു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈൻ അറിയില്ലേ? വൈൻ കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ, വെള്ളം പോലെ ഒഴുകിയിരുന്നു എന്ന് പറഞ്ഞാൽ അത്രക്കും ലാവിഷായി വൈന് ഉണ്ടായിരുന്നു. The courtiers stuffed themselves with the choicest. പറയുമോളെ. ലോഡഡ് എന്ന് പറഞ്ഞാ എന്താ? ലോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറക്കുക, ഫില്ല് ചെയ്യാന്നുള്ള മീനിങ് ആണ്. ഫിൽഡ്, അതായത് the tables were loaded with every kind of food and drink. ആ ടേബിളിൽ നിറയെ ലോഡ് എന്ന് പറഞ്ഞാൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലോഡ് കണക്കിന് അല്ലെ? ലോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എവ്രി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അല്ലെ? എല്ലാ തരത്തിലുള്ള ഭക്ഷണവും വെള്ളവും ആയിട്ട് മേശമ നിറയെ ഉണ്ടായിരുന്നു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ അല്ലെ? വെള്ളം പോലെ അത്രയും ലാവിഷായി എന്തുണ്ടായിരുന്നു? വൈൻ ഉണ്ടായിരുന്നു. കോർട്ടിയേഴ്സ്, വൈൻ അറിയില്ലേ? നമ്മളെ വീഞ്ഞ് കേട്ടിട്ടില്ലേ? വൈന്, വീഞ്ഞൊക്കെ സിനിമയില് ഒക്കെ വീഞ്ഞ് അല്ലെ? നമ്മള് ലഹരിയൊക്കെ കിട്ടുന്ന അതന്നെ. The courtiers stuffed themselves with the choicest dishes. courtiers എന്ന് പറഞ്ഞാൽ ഈ രാജഭൃത്യന്മാരൊക്കെ ഉണ്ടാവില്ലേ? രാജകൊട്ടാരത്തിലുള്ള ആൾക്കാര്. കോർട്ടിയേഴ്സ്, ഭൃത്യന്മാര്, രാജഭൃത്യന്മാര്. സ്റ്റഫ്ഡ്, സ്റ്റഫ് എന്ന് പറഞ്ഞാൽ ഫിൽഡ് എന്നാണ്, നിറച്ചു അല്ലെ? ഈ രാജഭൃത്യന്മാരൊക്കെ സ്റ്റഫ്ഡ് themselves with the choicest dishes. ഡിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഷ് എന്താ? ഭക്ഷണത്തിന് ഡിഷ് എന്ന് പറഞ്ഞാലേ ഫുഡ് എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കാണ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ് അല്ലെ? നമ്മളോട് ഒരാള് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ചിക്കൻ ബിരിയാണി ആണ്, ചില ആൾക്കാർക്ക് ബ്രോസ്റ്റ് ആയിരിക്കും അല്ലെ, ചില ആൾക്കാർക്ക് മന്തി ആയിരിക്കാം. അപ്പൊ ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എന്നാണ്. പിന്നെ ഡിഷ് എന്ന് പറഞ്ഞാൽ പാത്രം എന്നൊക്കെ അർത്ഥം ഉണ്ട് കേട്ടോ. ഇവിടെ അതല്ല, ഇവിടെ ഫുഡ് ഭക്ഷണാണ്.
അപ്പോ ഈ കോർട്ടിയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു, അവർക്ക് ഇഷ്ടല്ല, അവരുടെ ചോയ്സിന് അല്ലെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. The Archduke made till eat and drink until his stomach was about to burst. അങ്ങനെ പറഞ്ഞ എന്താ? ആർച്ച്ഡ്യൂക്ക് മെയ്ഡ് ടിൽ ഈറ്റ്. ആർച്ച്ഡ്യൂക്ക് നമ്മളെ ടില്ലിനെ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിപ്പിച്ചു. എങ്ങനെയാ ഭക്ഷണം കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയൊക്കെ ചെയ്തു. ഏതുവരെ? അണ്ടിൽ എന്ന് പറഞ്ഞാൽ വരെ. അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് എബൌട്ട് ടു ബേസ്റ്റ്. ബേസ്റ്റ് ചെയ്യാമെന്താ? ബേസ്റ്റ് നിറയുകയാണോ? നിറയുക, പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയില്ലേ? വയറ് പൊട്ടിത്തെറിക്കണ വരെ എന്നൊക്കെ പറയില്ലേ നമ്മള്? വയറിങ്ങനെ തിന്നിട്ടേ നിറഞ്ഞ് പൊട്ടിത്തെറിക്കണ വരെ നമ്മൾ സാധാരണ അങ്ങനെ പറയുന്നുണ്ട്. വയറൊക്കെ തിന്ന് പൊട്ടിത്തെറിക്കാനായിട്ടുണ്ടെന്ന് പറയും അല്ലെ? അതേപോലെ നമ്മളെ ചില്ലിന് എന്ത് ചെയ്തു? വയറ് നിറയുന്നത് വരെ അല്ലെ, വയറ് പൊട്ടിത്തെറിക്കുന്നത് വരെ എന്താണ്? എന്താണ് നമ്മളെ സ്റ്റൊമക്ക് കേട്ടോ. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാല് വയറ്. അപ്പം the Archduke made till eat and drink until his stomach was about to burst. വയറ് പൊട്ടിത്തെറിക്കണ വരെ, അതായത് അത്രയും നിറച്ച് അല്ലെ, നമ്മളെ ചില്ലിന്റെ വിശപ്പും ദാഹമൊക്കെ തീരുന്ന വരെ അദ്ദേഹത്തെ കൊണ്ട് ഭക്ഷണം കൊടുത്തു, കുടിപ്പിക്കുകയും ചെയ്തു. 3 മണി കഴിഞ്ഞു. നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ് അല്ലേ ഇപ്പൊ? 3:30 സാറേ. 3:30. ഈ പാരഗ്രാഫ് കൂടി എടുത്താലോ? പെട്ടെന്ന് നോക്കി. ദ ആർച്ച്ഡ്യൂക്ക് ടു ate heartily. അങ്ങനെ പറഞ്ഞെന്താ? ആർച്ച്ഡ്യൂക്ക് ടു എന്ന് പറഞ്ഞ എന്താ? ആർച്ച്ഡ്യൂക്ക് ടു എന്ന് പറഞ്ഞാൽ ആർച്ച്ഡ്യൂക്കും, അതായത് ടില്ലിനെ കൊണ്ടും നന്നായി കഴിപ്പിച്ചു. അത് മാത്രല്ല ആർച്ച്ഡ്യൂക്കും, അതാണ് ടു എന്ന് പറയുന്നത്. ആർച്ച്ഡ്യൂക്ക് ടു എന്ന് പറഞ്ഞാൽ ആർച്ച്ഡ്യൂക്കും എന്ത് ചെയ്തു? ate heartily. ഹാർട്ടിലി എന്ന് പറഞ്ഞാല് ഹൃദ്യമായി എന്നൊക്കെ പറയില്ലേ? ഹാർട്ടി വെൽക്കം എന്നൊക്കെ പറയില്ലേ നമ്മള്? ഹൃദ്യമായി, വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ ആർച്ച്ഡ്യൂക്കും എന്ത് ചെയ്തു? നന്നായി ഭക്ഷണം കഴിച്ചു. His face was flushed with drink. Flush എന്നാൽ തുടുക്കുക എന്നാണ്. തുടുത്തു. മുഖമൊക്കെ എന്താണ്? കുടിച്ചിട്ട് മുഖം ഇങ്ങനെ ആകെ തുടുത്തിട്ടുണ്ട്. But he seemed lost in thought. പക്ഷേ എന്തായി? മുഖമൊക്കെ വളരെ ഹാപ്പി ആയി സന്തോഷത്തോടു കൂടി വയറു നിറയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജാവിന് he seemed lost in thought. Lost in thought എന്ന് പറഞ്ഞാൽ ചിന്തയിൽ മുഴുകിയ പോലെ തോന്നി. എന്തോ ഒന്ന് കാര്യമായിട്ട് രാജാവ് ചിന്തിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഓക്കെ, ഇനി ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കൂ. He suddenly looked up and said loudly. പെട്ടെന്ന് നമ്മളെ രാജാവ് എന്ത് ചെയ്തു? സഡൻലി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്. പറയുമോളെ. എന്താ അശ്വ എന്താ ഡൗട്ട് മോളെ? അറിയാതെ കൈ തട്ടിയതാ സാറേ. ആയിക്കോട്ടെ മോളെ, പെട്ടെന്ന് നോക്കണേ മക്കളെ. ഓക്കെ മക്കളെ നോക്ക, പെട്ടെന്ന് നോക്കുക. ഹി സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അറിയില്ലേ? സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. പെട്ടെന്ന് അല്ലെ, രാജാവ് ചിന്തയിൽ മുഴുകിയിരിക്കാന്ന് തോന്നി അല്ലെ? അതുപോലെ തോന്നി പറഞ്ഞില്ലേ അങ്ങനെ? He seemed lost in thought എന്ന് പറഞ്ഞു. He suddenly looked up and said loudly. പെട്ടെന്ന് അദ്ദേഹം മുഖം ഉയർത്തിയിട്ട് പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു. said loudly എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ. എന്താ പറഞ്ഞത്? our court painter must paint our portrait. അല്ലെ നമ്മളുടെ എന്താ തെൻഹക്ക് ഡൗട്ട് ഉണ്ടോ? മിസ്സേ ലുക്ക്ഡ് അപ്പ് ഹലോ സാർ, ഇപ്പൊ സാർ പറയുന്നത് ഇങ്ങനെ വിശദീകരിച്ചിട്ടല്ലേ?
അപ്പൊ അങ്ങനെ ഈ എടുത്തത് മുതൽ ഇങ്ങനെ എന്താ ഇപ്പൊ കഥ നടന്നത് എന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞു തരുമോ? ഏത് മോളെ, ഈ 5ാമത്തെ പാരഗ്രാഫിലാണോ? ആ 5ാമത്തെ പാരഗ്രാഫില് പറയുന്ന എന്താണ്, അധികം വൈകാതെ സപ്പർ, അതായത് രാത്രി അല്ലെ, ഈ അത്തായം അവർക്ക് കൊടുത്തു. അത് കൊടുത്ത അല്ലെ, അത്തായം അവിടെ വിളമ്പിയത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണത്തിനൊക്കെ ഉള്ളതുപോലെ അത്രയും ലാവിഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു. ടേബിള് നിറയെ എന്തായി, പല തരത്തിലുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് നിറഞ്ഞു. പിന്നെ ആ പരിപാടിയില് നമ്മളെ വൈനൊക്കെ അല്ലെ, വൈനൊക്കെ വെള്ളം പോലെ ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്താ, വൈനൊക്കെ നല്ല വില കൂടിയ വസ്തുവായിരിക്കും. പക്ഷെ അവിടെ വെള്ളത്തിനെ പോലെ ഒഴുകി എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ലാവിഷായി ഒരുപാട് സാധനം ഉണ്ടായിരുന്നു വൈനൊക്കെ. പിന്നെന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന രാജഭൃത്യന്മാരൊക്കെ അവരുടെ വയറ് നിറയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ചോയ്സിനനുസരിച്ച് ഭക്ഷണമൊക്കെ അവരുടെ വയറ് നിറയെ കഴിച്ചു. പിന്നെ ആർച്ച് ഡ്യൂക്ക് നമ്മളെ ടില്ലിനെ കൊണ്ട് നന്നായി ഭക്ഷണം കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഏതുവരെ, വയറിങ്ങനെ പൊട്ടുന്നത് വരെ അത്രയും നന്നായിട്ട് ഭക്ഷണം കഴിപ്പിച്ചു. പിന്നെ നമ്മളെ ടില്ലിനെ കൊണ്ട് കഴിപ്പിക്കാന്ന് മാത്രല്ല, ആർച്ച് ഡ്യൂക്ക് ടു എയ്റ്റ് ഹാർട്ട്ലി, ആർച്ച് ഡ്യൂക്കും വളരെ ഹൃദ്യമായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞാല് സന്തോഷത്തോട് കൂടി ടില്ലിന്റെ കൂടെ അല്ലെങ്കിൽ രാജഭൃത്യന്മാരുടെ കൂടെ ആരും കഴിച്ചിട്ടുണ്ട്, നമ്മളെ ആർച്ച് ഡ്യൂക്കും കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ അല്ലെ, ഈ ഭക്ഷണം കഴിച്ച് ഈ വൈനും ഇതൊക്കെ കുടിച്ച് മുഖമൊക്കെ ആകെ തുടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയി ഇവരെ കൂടെ ഉണ്ടെങ്കിലും അദ്ദേഹം എന്താണ്, എന്തോ ചിന്തിച്ചിരിക്കുന്നത് പോലെ തോന്നി. എന്നിട്ട് അയാൾ മുഖമുയർത്തി അല്ലെ, എന്നിട്ട് രാജാവ് മുഖം ഉയർത്തിക്കാണ്ട് ഉച്ചത്തിലൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? അവർ കോട്ട് പെയിന്റർ മസ്റ്റ് പെയിന്റ് അവർ പോർട്രേറ്റ്. മനസ്സിലായോ തൻഹ? മനസ്സിലായി. ഓക്കെ. എന്താ പറഞ്ഞത് എന്നിട്ട് രാജാവ്? അവർ കോട്ട് പെയിന്റർ മസ്റ്റ് പെയിന്റ് അവർ പോർട്രേറ്റ്. പോർട്രേറ്റ് പറഞ്ഞാല് പിക്ചറാണ്. നമ്മൾ ഈ ചിത്രം ഛായാചിത്രങ്ങളൊക്കെ, അപ്പൊ ഈ നമ്മൾ പറയാണ് ഈ നമ്മുടെ ഈ കോട്ട് പെയിന്റർ തീർച്ചയായിട്ടും എന്താണ്, എന്റെ ഒരു പിക്ചർ വരക്കണം. കോട്ട് പെയിന്റർ ആരെപ്പോ? ടില്ലല്ലേ? ടില്ല് അല്ലെ, ടില്ല് തീർച്ചയായിട്ടും എന്റെ ഒരു പിക്ചർ വരക്കണം. എന്തിനാണ്? so that we will have the satisfaction of leaving our memory to our descendants. എന്തിനാ? അതുകൊണ്ട് അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ we will have the satisfaction. satisfaction എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാണ്, സംതൃപ്തി, satisfaction, സംതൃപ്തി. എന്തിനാ? leaving our memory to our descendants. മെമ്മറി എന്ന് പറഞ്ഞാല് ഓർമ്മ. ആർക്ക് വേണ്ടി ഒരു ഓർമ്മയാണ്? ടു അവർ ഡിസെൻഡൻസ്. ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ പിൻഗാമികള്. പിൻഗാമികൾ പറഞ്ഞാൽ ആരാ? നമ്മളൊക്കെ. വരുന്ന തലമുറ അല്ലെ, വരുന്ന തലമുറക്ക്. അതായത് രാജാവ് പറഞ്ഞത് എന്താ, ഈ കോട്ട് പെയിന്റർ തീർച്ചയായിട്ടും എന്റെ ഒരു പെയിന്റിങ് വരക്കണം. കാരണം എന്തിനാ? എന്റെ വരും തലമുറക്ക് അല്ലെ, ഇനി വരുന്ന ആൾക്കാർക്ക് എന്റെ ഒരു ഓർമ്മ അല്ലെ, ഒരു ഓർമ്മ അവശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മള് വലിയ വലിയ ഈ മ്യൂസിയത്തിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ രാജാക്കന്മാരുടെ ഫോട്ടോയും കാര്യമൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഈ നമ്മളുടെ ഈ ആർച്ച് ഡ്യൂക്ക് പറയാണ്, കോട്ട് പെയിന്റർ തീർച്ചയായിട്ടും എന്റെ ഒരു ഫോട്ടോ വരക്കണം. അത് എന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആർക്കും ഓർക്കാനാ? വരും തലമുറക്ക് കാണാൻ വേണ്ടിയിട്ട്. we too have to take our place in history. 3:10 ആയില്ല മക്കളെ? തൽക്കാലം നമുക്ക് ഇതുവരെ നിർത്താം കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും ക്ലാസ്സിനെ അടുത്ത് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അവിടെ നിന്നൊരു അടയാളപ്പെടുത്തി വെക്കൂ. 3:10 ആയില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്കൊരു അരക്ക് തുടങ്ങുന്നുണ്ട്. അപ്പൊ മക്കളെ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യാ? വായിക്കുക. ഇന്ന് നമ്മൾ പറഞ്ഞു 3 ഫ്രേസൽ വേർബ് പറഞ്ഞു. ആ ഫ്രേസൽ വേർബ് പഠിക്കണം. പിന്നെ ലീവ് എന്നുള്ളതിന്റെ 3 രൂപങ്ങൾ പറഞ്ഞു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വൺ ഓഫ് വന്നാൽ എന്താ വരിക എന്നുള്ളത് നമ്മൾ വീണ്ടും പഠിച്ചു. ഇത്രയും കാര്യം എന്തായാലും നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ തൽക്കാലം ഇന്ന് നമ്മൾ നിർത്തുക കേട്ടോ. ചിലപ്പോ വേറെ ക്ലാസ് ഉണ്ടാവും ഇവിടെ.
അപ്പൊ മക്കളെ ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാം, കേൾക്കാം. താങ്ക് യു, ബൈ. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ആ താങ്ക് യു. താങ്ക് യു താങ്ക് യു ടീച്ചർ. മിസ്. ഗ്രാമറിന്റെ ക്ലാസ് ഉണ്ടാവോ? ഗ്രാമറിന്റെ ക്ലാസ് എന്നാന്നില്ലേ സാറ് പറയൂട്ടോ. അതാവുമ്പോഴേക്കും അന്നത്തത് മറക്കരുതേ. ഓക്കെ, താങ്ക് യു, ബൈ. 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 താങ്ക് യു. ബൈ.